അപ്പോൾ എനിക്ക് ആമുഖമായി പറയാനുള്ളത് പാർലമെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന FCRA ഭേദഗതി ബില്ലിനെ കുറിച്ചാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇതുപോലുള്ള ഒരു നിയമ ഭേദഗതി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. രാജവാഴ്ചയുള്ള രാജ്യങ്ങളിൽ പോലും മൗലിക അവകാശങ്ങളും കേവല അവകാശങ്ങളും കവർന്നെടുക്കുന്ന ഇതുപോലുള്ള നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ഈ FCRA എന്ന് പറയുന്നത് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ, പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ്. ഇത് പ്രകാരം ന്യൂനപക്ഷങ്ങളുടെ, സന്നദ്ധ സംഘടനകളുടെ, പൗരസംഘടനകളുടെ, പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ, അങ്ങനെ വിവിധ രംഗങ്ങളിലുള്ള സ്ഥാപനങ്ങളുടെ സ്വത്തുവകകൾ കണ്ടെത്താനും ഏറ്റെടുക്കാനും വിൽക്കാനുമുള്ള പരമാധികാരം കേന്ദ്രത്തിന് നിക്ഷിപ്തമാകുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ BJP കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ മറ്റൊരു എഡിഷൻ പതിപ്പായിട്ട് വേണം ഇതിനെ കാണാൻ. ഈ ഒരു ഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതലമെന്ന് പറയുന്നത് ഇതിന് മുൻകാല പ്രാബല്യം നൽകുകയാണ്. എന്ന് വെച്ചാൽ 50-60 വർഷം മുമ്പ് സ്വന്തം പണം കൊണ്ട് കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളെ പോലും പിൽക്കാലത്ത് വിദേശ സഹായം കിട്ടിയിരുന്നു എന്നുള്ള പേരിൽ ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം ലഭിക്കുന്നു. മാത്രമല്ല, നിയുക്ത ഏജൻസി എന്ന് പറയുമ്പോൾ ആ ഏജൻസി എന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലെ പാവയായ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏതാനും ഉദ്യോഗസ്ഥന്മാരോ മാത്രമായിട്ട് ഭവിക്കുന്നു. FCRA, അതായത് വിദേശ ധനസഹായം കിട്ടാനുള്ള അനുമതി പത്രം, ലൈസൻസ് പുതുക്കൽ വൈകുകയോ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ പോലും കേന്ദ്ര സർക്കാരിന് ഈ സ്വത്തുവകകൾ ഏറ്റെടുക്കാനുള്ള അവകാശം ലഭിക്കും. നിലവിൽ തന്നെ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത സംഘടനകളുടെ അനുമതി 4-5 വർഷം വൈകിപ്പിക്കുക, അതുപോലെ തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന, ശബ്ദിക്കുന്ന സംഘടനകളുടെ അനുമതി റദ്ദാക്കുക, ഇതൊരു രീതിയായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് 23,000-ഓളം FCRA ലൈസൻസുകളാണ് ഇന്ത്യയിൽ റദ്ദാക്കപ്പെട്ടത്. അതിൽ നല്ലൊരു പങ്കും ന്യൂനപക്ഷ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടത്, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലുള്ള അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സന്നദ്ധ സംഘടനകളുടേതാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ മദർ തെരേസ സ്ഥാപിച്ച സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നുള്ള സ്ഥാപനത്തിൻ്റെ FCRA ലൈസൻസ് പോലും ഇവർ റദ്ദാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങളെ കുറ്റപ്പെടുത്തി എന്നുള്ള പേരിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ, അതുപോലെ ഇവിടുത്തെ അന്തരം, പണത്തിൻ്റെ അന്തരം, അതായത് ഇനീക്വാളിറ്റി വർദ്ധിക്കുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊണ്ടുപോകുന്ന ഓക്സ്ഫാമിൻ്റെ ലൈസൻസ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ ഇവർ റദ്ദാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. ഏതൊക്കെ സംഘടനകളുടെ ലൈസൻസാണ് കഴിഞ്ഞ 10 വർഷക്കാലം റദ്ദാക്കിയത്? ഏതൊക്കെ സംഘടനകൾക്കാണ് പുതുതായിട്ട് ലൈസൻസ് അനുവദിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് കൂടി ഇത് അനുവദിക്കാൻ കഴിയില്ല, രഹസ്യ വിവരമാണെന്നുള്ള രൂപത്തിലാണ് എൻ്റെ ചോദ്യം അനുവദിക്കാതിരുന്നത്. മുൻകാലങ്ങളിൽ FCRA സംബന്ധിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പാർലമെൻറ്റിൽ നൽകിയിരുന്നു. അതിനർത്ഥം സർക്കാരിന് ഒളിച്ചു കളിക്കാനുണ്ട്, ഇക്കാര്യത്തിൽ യാതൊരുവിധ സുതാര്യതയും ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുക. ന്യൂനപക്ഷങ്ങളെ നിരന്തരമായ ഭയപ്പാടിൽ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഇതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇത് യഥാർത്ഥത്തിൽ മൗലികാവകാശങ്ങൾ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. സാധാരണഗതിയിൽ ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യുക, അതിനുശേഷം ബില്ലിൻ്റെ യഥാർത്ഥ രൂപം നിശ്ചയിക്കാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ അയക്കുക, പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യുക, ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളുണ്ടായിരുന്നു. ഈ നടപടിക്രമങ്ങളൊന്നും വേണ്ട എന്ന് വെച്ച് പൊടുന്നനെ ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ നിരവധി തവണ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി, കാര്യോപദേശ സമിതിയിൽ ആവശ്യപ്പെട്ടു ഈ ബില്ല് ഒരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന്. ഒരു കാരണവശാലും അയക്കില്ല എന്നുള്ള കടുംപിടുത്തമാണ് സർക്കാർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ ബില്ലിനെതിരെ അതിശക്തമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് പോരാടാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്.